ഇപ്പോൾ എല്ലായിടത്തും ഓണാഘോഷമാണ്. ഓരോ പോലീസ് സ്റ്റേഷനുകളടക്കം ഓണം ഇങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഇതിൽ ഏറ്റവും നാണം കെട്ട ഒരു കാര്യം, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു വിലയും കേരള പോലീസിലെ ചില ഉദ്യോഗസ്ഥർ നൽകുന്നില്ല എന്നതിന്റെ ഒരു തെളിവാണ് IP ബിനുവും കൂട്ടരും. അതായത് ED ആക്രമിച്ച കേസിലെ പ്രതികളായ IP ബിനുവും ഉൾപ്പെടെയുള്ള കൂട്ടരും മ്യൂസിയം പോലീസ് സ്റ്റേഷന് മുന്നിൽ ഊഞ്ഞാലാടിയും ചെണ്ടമേളയൊക്കെ കൊട്ടി ഓണം ആഘോഷമൊക്കെ നടത്തിയത്. എനിക്ക് തോന്നുന്നു മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ IP ബിനുവിനെയും സംഘത്തെയുമാണ് ഓണപരിപാടിക്ക് ചീഫ് ഗസ്റ്റ് ആയിട്ട് വിളിച്ചത് എന്നൊരു സംശയമുണ്ട്. കാരണം ആ പോലീസ് ഉദ്യോഗസ്ഥർ ഓണാഘോഷത്തിന് ഇടാനായിട്ട് വാങ്ങിച്ച വസ്ത്രങ്ങളാണ് IP ബിനുവും ഇട്ടിരിക്കുന്നത്. അതിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, ഒരു പോലീസ് കോൺസ്റ്റബിൾ IP ബിനുവിന് വസ്ത്രം സമ്മാനമായി നൽകി എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. അതായത് ഭരിക്കുന്നത് UDF ആണ്, പക്ഷേ കൂറ് CPM-നോടാണ്. CPM-ലെ നേതാക്കൾ പറഞ്ഞാൽ എന്ത് തോന്നിവാസത്തിനും മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ ഇറങ്ങി ചെല്ലും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. ഇനി പാവപ്പെട്ടവനെ കിട്ടിക്കഴിഞ്ഞാൽ അവനെ കൊണ്ട് ഇക്ഷ വരപ്പിക്കുന്ന ഒരു പോലീസ് സേന. മൊത്തത്തിൽ ഊണും ഇല്ല, ഉറക്കവുമില്ല, 24 മണിക്കൂറും ജോലി ചെയ്ത് കഷ്ടപ്പെടുന്ന പാവപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർക്കും കൂടെ ഇതുപോലത്തെ 2-3 ഉദ്യോഗസ്ഥർ ഉണ്ടായാൽ തന്നെ മതി കേരള പോലീസിനാകെ അപമാനമാകുന്ന ഒരവസ്ഥയാണ്. ഇവരെയൊക്കെ സർവീസിൽ നിന്ന് തന്നെ അങ്ങ് സസ്പെൻഷൻ അല്ല, ഡിസ്മിസൽ അടിച്ചു കൊടുക്കണം. പോയി ഇവന്മാര് വല്ല പാർട്ടി ഓഫീസിൽ ചെന്നിരുന്ന് വല്ല നേതാക്കന്മാരുടെ കാല് തടവി കൊടുക്കാനോ അല്ലെങ്കിൽ കൊടിയും പിടിച്ച് നടക്കാനോ വല്ല പോസ്റ്റർ ഒടിച്ചുകൊണ്ട് നടക്കാനോ പോകട്ടെ, അതാണ് നല്ലത്. അല്ലാതെ ഈ ദേഹത്ത് യൂണിഫോമും വിട്ടുകൊണ്ട് വല്ല CPM നേതാക്കന്മാരുടെ മുന്നിൽ ഓച്ചാനിച്ച് നിന്ന് അവരുടെയൊക്കെ കൈയും കാലും പിടിച്ച് സാഷ്ടാംഗം പ്രണമിക്കുന്നതിനെ കാട്ടി നല്ലത് വേറെ വല്ല പണിക്കും പോകുന്നതാണ് നല്ലത്. ഇഷ്ടംപോലെ പിള്ളേർ പോലീസ് റാങ്ക് ലിസ്റ്റിൽ വന്നിട്ട് ജോലിയില്ലാതെ അവിടെ തെണ്ടി തിരിഞ്ഞ് നടക്കുന്നുണ്ട്. അവർക്ക് പോലീസിന്റെ ഒരു പണി കൊടുത്തു കഴിഞ്ഞാൽ അവർ കൃത്യമായി തന്നെ ജനസേവനം എന്താണെന്ന് അവർ കാണിച്ചു തരും. ഈ മ്യൂസിയം പോലീസിനെ പറ്റി പലപ്പോഴുമായിട്ട് നെഗറ്റീവായിട്ടുള്ള ചില പരാമർശങ്ങൾ ജനങ്ങളുടെ ഭാഗത്ത് നിന്നൊക്കെ വരുന്നുണ്ട്. ഈ ജനകീയ പോലീസാണ്, ജനങ്ങളുടെ പോലീസാണ് എന്നൊക്കെ ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ വർഷങ്ങളോളമായി ഏത് പരിപാടിയിലും പോലീസുമായി ബന്ധപ്പെട്ട ഏത് പരിപാടിയിലും പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിലും അങ്ങനെയൊന്നുമില്ല. ചില സ്റ്റേഷനുകളിൽ പോയി ചെന്നാൽ പോലീസുകാരുടെയൊക്കെ പെരുമാറ്റം കാണുമ്പോൾ വലിയ രീതിയിലൊരു അരോചകം തന്നെയാണ്. പക്ഷേ ചില പോലീസ് സ്റ്റേഷനിൽ, മിക്ക പോലീസ് സ്റ്റേഷനിലും, 1-2 പോലീസ് സ്റ്റേഷനിലെ കാര്യമാണ് പറയുന്നത്. പക്ഷേ ബാക്കിയുള്ള പോലീസ് സ്റ്റേഷനുകളിൽ കയറി ചെന്ന് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഒരു ആതിഥ്യ മര്യാദയോടുകൂടി അവർ എന്താണ് വേണ്ടത് എന്ന് ചോദിച്ച് വരുന്ന ചെറുപ്പക്കാരെ കണ്ടാൽ അത് പോലീസ് സ്റ്റേഷൻ ആണോ എന്ന് പോലും നമ്മൾ ഒന്ന് ആശ്ചര്യപ്പെടും. ഇതാണോ പോലീസ് സ്റ്റേഷൻ എന്ന രീതിയിൽ നമ്മൾ ഞെട്ടിപ്പോകും. കാരണം ആ രീതിയിലുള്ള ഒരു ആതിഥ്യ മര്യാദയോട് കൂടിയാണ് പോലീസ് ഉദ്യോഗസ്ഥർ എന്തെങ്കിലും ആവശ്യവുമായി ഒരു പൊതുജനം കയറി വന്നാൽ അവർ സ്വീകരിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു നാണയത്തിന് 2 വശം ഉള്ളതുപോലെ ഒരിടത്ത് നല്ലതും ഉണ്ടാകും, ഒരിടത്ത് കൊള്ളരായ്മയും ഉണ്ടാകും. ആ കൊള്ളരായ്മയെ നമ്മളൊന്ന് പൂർണ്ണമായി ശുദ്ധീകരിച്ചാൽ കേരള പോലീസ് കുറച്ചും കൂടെ നല്ലതായി മാറും എന്നതാണ് ഏറ്റവും പ്രധാനം. നിലവിലിപ്പോൾ തിരുവോണത്തിന് IP ബിനു ഓണം ഉണ്ണുമോ, വീട്ടിലിരുന്ന് ഓണസദ്യ കഴിക്കുമോ എന്നുള്ളൊരു ഡൗട്ടാണ്. കാരണം ED ഇപ്പോൾ കട്ടക്കലിപ്പിലാണ്. ഇവരുടെ ജാമ്യം റദ്ദാക്കാനുള്ള ഒരു നിർണായകമായ ഒരു നീക്കത്തിലേക്ക് ED ഇപ്പോൾ ഇതാ പോയിട്ടുണ്ട്. കൂടാതെ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ ഒക്കെ റിപ്പോർട്ട് ഇപ്പോൾ കേരള പോലീസിന് കിട്ടി. അതോടൊപ്പം പോലീസും ഇപ്പോൾ കടുത്ത നടപടിയിലേക്ക് പോകുന്നു. ADGP വിജയൻ ഇപ്പോൾ കട്ടക്കലിപ്പിലാണ്. പുള്ളിക്കാരൻ ഇപ്പോൾ റിപ്പോർട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. മിക്കവാറും മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്ക് ഒരു നിരത്തി പിടിച്ചുള്ള ഒരു സസ്പെൻഷൻ കിട്ടാനുള്ള ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല. എന്തായാലും പിണറായി വിജയന്റെ വസതിക്ക് മുന്നിൽ ED സംഘത്തെ ആക്രമിച്ച കേസിൽ CPM നേതാവ് IP ബിനുവിനെ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച വീഡിയോ CPM-ന് തന്നെ ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു തലവേദനയായി മാറിയിരിക്കുകയാണ്.